നമസ്കാരം. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വളരെ നിശബ്ദമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അണ്ണാമലയുടെ നേതൃത്വത്തിൽ BJP ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റം തന്നെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് തമിഴ്നാട്ടിൽ നേടിയെടുത്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ BJPക്ക് ലഭിച്ച വോട്ടിംഗ് ശതമാനം നോക്കിയാൽ ആ പാർട്ടി ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഈറ്റില്ലത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയെന്ന് നമുക്ക് കാണാം. കാരണം സീറ്റുകളൊന്നും തന്നെ കിട്ടിയില്ലെങ്കിലും വോട്ടിംഗ് ശതമാനത്തിൽ വലിയ മുന്നേറ്റമുണ്ട്. അതുമാത്രമല്ല AIADMKയും DMKയും ഒത്തുകളിച്ചുകൊണ്ടാണ് പല സീറ്റുകളിലും വിജയസാധ്യതയുണ്ടായിരുന്ന സീറ്റുകളിലും BJPയെ പരാജയപ്പെടുത്തിയത് എന്നും കാണാം. അതുകൊണ്ട് തന്നെ BJP മുൻകാലങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി വലിയ രാഷ്ട്രീയ മുന്നേറ്റം അവർ തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. വലിയ അടിയുറച്ച രാഷ്ട്രീയ സ്വാധീനം അതവർ തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. ദ്രാവിഡ രാഷ്ട്രീയത്തിന് മാത്രമേ ക്ലച്ച് പിടിക്കാൻ സാധിക്കൂ എന്ന് കരുതിയിരുന്ന തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ഭൂമികയിലാണ് BJP ഈ ഒരു വലിയ നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് ചെയ്തത്. AIADMKയെ ഒപ്പം കൂട്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ലോക്സഭാ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടും ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടും വലിയ രാഷ്ട്രീയ വിവാദം നടക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഹിന്ദി അടിച്ചേൽപ്പിക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ തമിഴ്നാട്ടിൽ നിന്നുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാൻ ശ്രമിക്കുകയാണ് എന്നും വ്യാപകമായി DMK സർക്കാർ പറഞ്ഞു പരത്തുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ AIADMK ഈ ആരോപണങ്ങളെ ഏറ്റെടുത്തെങ്കിലും ഇപ്പോൾ അവർ DMKയ്ക്കൊപ്പമില്ല. മറിച്ച് അവർ BJP നേതൃത്വം നൽകുന്ന NDA സഖ്യത്തിലേക്ക് വരാനൊരുങ്ങുകയാണ്. ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡു NDA സഖ്യത്തിലേക്ക് തിരികെ വന്നതുപോലെ വലിയൊരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് AIADMK. ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യവും AIADMKയ്ക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ AIADMK നേതാക്കൾ ചെന്ന് കാണുകയും NDA പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ ഇത് സ്റ്റാലിനും മകൻ ഉദയനിധി സ്റ്റാലിനുമൊക്കെ ഭയപ്പെട്ടിരുന്ന ഒരു നിമിഷമാണ് വന്നിരിക്കുന്നത്. ഏതുവരെ BJPയും AIADMKയും രണ്ടായി നിൽക്കുന്നുവോ അതുവരെ മാത്രമേ DMKയ്ക്ക് തമിഴ്നാട്ടിൽ ആയുസുള്ളൂ എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് BJPക്കെതിരെ വലിയ രാഷ്ട്രീയ പോരാട്ടം കഴിഞ്ഞ കുറേ നാളുകളായി നടത്തി വരുന്നത്. പക്ഷേ ആ പ്രചരണങ്ങൾക്കൊന്നും വലിയ ഫലമുണ്ടായില്ല. ആ പ്രചരണങ്ങളെല്ലാം അസത്യ പ്രചരണങ്ങളായി മാറുകയായിരുന്നു. AIADMK NDAയിലേക്ക് വരുന്നു. ഇവർ രണ്ടുപേരും, അതായത് BJPയും AIADMKയും ഒരുമിച്ച് ചേർന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK നിലം തൊടില്ല എന്നുറപ്പാണ്. അതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. തമിഴ്നാടൻ വിജയ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി മാറി നിൽക്കുകയാണ്. DMK സഖ്യത്തോടൊപ്പം ചേരാൻ തൽക്കാലം വിജയ്ക്ക് കഴിയില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് എങ്കിൽ AIADMKയും BJPയും ഒരുമിക്കുകയും DMKയും അതുപോലെ തന്നെ വിജയുടെ പാർട്ടിയും മത്സര രംഗത്തുണ്ടാവുകയും ചെയ്താൽ BJP അനുകൂല വോട്ടുകൾ ഒരുമിക്കുകയും BJPക്ക് എതിരായ വോട്ടുകൾ വിഘടിക്കുകയും ചെയ്യുന്ന സാഹചര്യം തമിഴ്നാട്ടിലുണ്ടാകും. അത് തീർച്ചയായും BJP AIADMK സഖ്യത്തിന് വലിയ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം അല്പസമയം മുമ്പാണ് TVK വഖഫ് നിയമ ഭേദഗതിയെ എതിർത്തുകൊണ്ട് പ്രമേയം പാസാക്കിയത്. അവർ ഈ പറയുന്നത് പോലെ ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിന് എതിരാണ്. കേന്ദ്ര സർക്കാരിൻ്റെ, മോദി സർക്കാരിൻ്റെ എല്ലാ നയങ്ങൾക്കും എതിരാകുന്ന അല്ലെങ്കിൽ എതിരായിട്ടുള്ള പാർട്ടിയാണ് നടൻ വിജയുടെ TVK. അതുകൊണ്ട് തന്നെ ഈ രണ്ടു പാർട്ടികളും മത്സര രംഗത്തുണ്ടാവുകയും AIADMKയും BJPയും ഒരുമിച്ച് വരികയും ചെയ്താൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അത് BJP എന്ന പാർട്ടിയുടെ ഒരു തേരോട്ടമായിരിക്കും. AIADMK എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടുകൂടി DMK മന്ത്രിസഭയെ മറിച്ചിട്ട് ഒരുപക്ഷെ തമിഴ്നാട്ടിൽ 2026 ഒരു BJP മുഖ്യമന്ത്രി ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. അത്തരം വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ വേദി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ
മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.